എൻ്റെ പേര് ഷൈനി. ഞാൻ ആയാങ്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 15/2/2023 ഇതെൻ്റെ ഫാദറാണ്. ഫാദറിന് 25 വർഷമായിട്ട് സോറിയാസിസ് ബാധിച്ചിരുന്നു. അതിന് സൗഖ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതും. ആദ്യത്തെ നിയോഗം തന്നെ ഞാൻ എൻ്റെ ഫാദറിനുള്ള സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഇംഗ്ലീഷ് 2 ചൊറി പോലെയാണ് ആദ്യമേ ശരീരത്തിൽ വന്നത്. ഞങ്ങളത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ പറഞ്ഞു ഇത് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനാൽ ഞങ്ങൾ വേറെ ആയുർവേദത്തിൽ കാണിക്കാൻ പോയി. ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 45 ദിവസം അവിടെ താമസിക്കുകയാണെങ്കിൽ കുറച്ച് തരാം. അതിനാൽ വേറൊരു ആയുർവേദത്തിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞു 45 ദിവസം അവിടെ താമസിച്ച് ചികിത്സിച്ച് കുറയ്ക്കാമെന്ന്. ഞങ്ങൾ അവിടെ താമസിച്ച് കുറയ്ക്കാനായിട്ട് അവിടെ താമസിച്ച് അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് തന്ന മരുന്ന് കഷായം പോലെ എന്തോ മരുന്നും തന്നു കുടിക്കാനായിട്ട്. ശരീരത്തെ എന്തോ തേച്ച് പുരട്ടാനും കൊടുത്തു. 45 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വരാലിൻ്റെ തൊലി പൊളിച്ച പോലെ ശരീരത്തുള്ള തൊലി മുഴുവൻ ഇളകിപ്പോയി. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. അവസാനം ഡോക്ടറുടെ മകൾ പറഞ്ഞു ഇനി തൊലിയൊന്നും വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടാൽ സങ്കടം വരും, കരച്ചിൽ വരുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ പപ്പാനെ എനിക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ പ്രൈവറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് കൊടുത്തു. മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ തൊലിയൊക്കെ ശരീരത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇത് മരണം വരെ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിനൊരു സൗഖ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് കൃപാസനത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം പുരട്ടാനും ഉപ്പ് കൊടുത്തു, തേനെല്ലാം ഞാൻ എൻ്റെ പപ്പായ്ക്ക് കൊടുത്തു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നു. ഞാൻ 4ാമത്തെ പുതുക്കലിന് പപ്പായായിട്ട് ഇവിടെ വന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം എന്നോണം 1 മാസത്തിനുള്ളിൽ പൂർണ്ണ സൗഖ്യം കൊടുത്ത അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ കൃപക്ക് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രയധികം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് 1 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ട് ഡ്രൈ സ്കിന്നെല്ലാം പൊഴിഞ്ഞ് റൂമിലൊക്കെ കിടക്കുമായിരുന്നു. വല്ലാത്തൊരു സ്മെല്ല്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാതാവ് ഞങ്ങളെ വിടുവിച്ചതിന് അച്ഛൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛനുമായാലും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ ഭവന നിർമ്മാണം പുതുക്കി പണിയുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. 2 വർഷമായി ആഗ്രഹിച്ചു, എങ്കിലും അത് പുതുക്കി പണിയുവാൻ സാധിച്ചില്ല. 2 വർഷമായിട്ട് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും പൈസ ഒന്നും ശരിയാകാതിരുന്നതിനാലും അതിനൊന്നും നടന്നില്ല. ഉടമ്പടി ഞാൻ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 2 KSB 2 ചിട്ടി ഉണ്ടായിരുന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത മാസം അടുത്ത ചിട്ടി അടിച്ച് 2 മാസം അടുപ്പിച്ചടിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പൈസ കിട്ടുകയും ഞങ്ങൾ ആ ഭവനപ്പണി 4ാമത്തെ പുതുക്കലിന് ഭവനപ്പണി പൂർത്തിയാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആദ്യത്തെ തവണ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. 2ാമത്തെ തവണ ഞാൻ ഉപ്പ് കയ്യിലെടുത്തു. അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാണ് ഫുൾ ടൈമേ അവിടെ നിന്നിരുന്നത്. വിശ്വാസപ്രമാണം തുടർച്ചയായി ചെല്ലുന്നതിന് ഫലമായിട്ട് എനിക്ക് 2ാമത്തെ തവണ അത് പാസ്സാകുവാനായിട്ട് സാധിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്തത് ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങൾ എല്ലാ മാസവും ധനസഹായം നൽകും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങി ഞാൻ പ്രാർത്ഥിച്ച് കടകളിലും വീടുകളിലും പള്ളികളിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് കുടുംബ പ്രാർത്ഥന കൃത്യമായി ചെല്ലുവാനും ബൈബിൾ വായന, കുമ്പസാരത്തിലാണെങ്കിലും ഞാൻ ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരുന്നു കുമ്പസാരിച്ചിരുന്നത്. ഇതിടയ്ക്കിടെ കുമ്പസാരിക്കുവാനായിട്ടുള്ള കൃപയൊക്കെ അമ്മ തന്നു. മക്കളെ തൈലം എല്ലാ പ്രാർത്ഥനകൾക്ക് ശേഷവും മക്കളുടെ തലയിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച് ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരിലൂടെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾ ഈ സോറിയാസിന് പല ആശുപത്രിയിലും കയറി കിടന്ന് ശീലിച്ചും അടുത്ത് അതിന് പെട്ടെന്ന് ഭേദാക്കി തന്ന ദൈവത്തിനും മാതാവിനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ.
ഭൃത്യന്മാർ നാമാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാകുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റെത് പോലെയായി. ഷൈനി റോസ് എന്ന ഈ സഹോദരി തൻ്റെ പിതാവിൻ്റെ ഒപ്പം ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവത്തെ സന്തോഷത്തോടു കൂടി അമ്മയുടെ ഈ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായും തൻ്റെ അപ്പച്ചനുണ്ടായിരുന്ന 25 വർഷം പഴകിയ സോറിയാസിസ് എന്ന രോഗവും ഒത്തിരി ചികിത്സകളിലൂടെ രോഗം കൂടുതൽ വഷളായി ഒന്നും ചെയ്യുവാനാവാത്ത അവസ്ഥയിൽ ഏറെ ക്ലേശങ്ങൾ അനുഭവിച്ചതിനെയുമാണ് സഹോദരി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്ന, ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുകയും പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷയിലൂടെ ശൈത്ത് പൂശി ബലപ്പെടുത്തിയ ദിനം മുതൽ മറ്റെല്ലാ മരുന്നും ലേപനവും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും അമ്മ മാതാവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ആ രോഗത്തിൻ്റെ ക്ലേശങ്ങളെ മുഴുവനും അമ്മയെ ഏൽപ്പിച്ച് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ ശൈത്ത് പൂശി പ്രാർത്ഥിച്ച ദിവസം മുതൽ ശരീരത്തിൽ നിന്ന് ആ രോഗത്തിൻ്റെ മുഴുവൻ ക്ലേശങ്ങളും, ആ ചർമ്മത്തിലുണ്ടായിരുന്ന എല്ലാ വൈകൃതങ്ങളും പൂർണ്ണമായി അടർന്നു പോവുകയും ഏറ്റവും നൈർമല്യമുള്ള ചർമ്മം ലഭിച്ചുകൊണ്ട് സഹോദരന് പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി തൻ്റെ സാക്ഷ്യത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു, അത് ഉടമ്പടിയിൽ ആയിരിക്കുന്ന ആ നാളുകളിൽ ഉടമ്പടിയിലാകുന്നതിന് മുമ്പുള്ള നാളുകളിൽ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുറി മുഴുവനും ചിതമ്പലുകൾ വീഴുന്നത് പോലെ ചർമ്മം അടിഞ്ഞു വീഴുന്നത്, ശരീരം മുഴുവനും എണ്ടുകീറി രക്തവും ചെലവും ഒലിച്ചുകൊണ്ട് നോക്കുവാൻ പോലും ആകാത്ത വിധം ശരീരമാകെ വൈകൃതമായി നിന്നിരുന്ന കാലത്തെക്കുറിച്ച്, അത്രയും ഗുരുതരമായ ദയനീയമായ ശാരീരിക അവസ്ഥയിൽ നിന്നാണ് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശിയും ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെയും പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും 25 വർഷമായുള്ള ദീർഘനാളായുള്ള ഈ രോഗത്തിന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഈ വലിയ ഭാരം എടുത്തു മാറ്റി പൂർണ്ണ ആരോഗ്യം നൽകി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കുടുംബത്തെ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ദൈന്യത എന്തു തന്നെയാവട്ടെ, എത്ര നാളായി വേദനകളിലൂടെ കടന്നു പോകുന്നവരാവട്ടെ, അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം സമർപ്പിക്കുകയും വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായും കണ്ണുകളെ അതിശയിപ്പിക്കുന്ന വിധത്തിലും വലിയ ദൈവികമായ പ്രവൃത്തിയും ശക്തിയും ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ മാതാവ് നമുക്ക് ഒരുക്കി തരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. കുടുംബത്തിൽ ലഭിച്ച മറ്റെല്ലാ നന്മകളോടൊപ്പം ഈ സാക്ഷ്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.